അറിവരങ്ങിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഊർധ്വപാദ ഹസ്താസനം പരിശീലിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായി സൂര്യാസനം പരിശീലിക്കാം. സൂര്യ നമസ്കാരമല്ല, സൂര്യ നമസ്കാരം വേറെയാണ്. ഇത് സൂര്യാസനം. സൂര്യാസനം ചെയ്യുന്ന സമയത്ത് കാൽ രണ്ടും അടുപ്പിച്ച് നീട്ടി വെക്കുക. കൈ നെഞ്ചോട് ചേർത്ത് ഊപ്പിയിരുന്നതിന് ശേഷം ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശരീരം അല്പം പുറകോട്ട് ചരിക്കുക. ഒരു ചെറിയ വിറയൽ അനുഭവപ്പെടുന്നതായി തോന്നാം. മതി എന്ന് തോന്നുന്ന സമയത്ത് ശ്വാസം ഒഴിവാക്കി പൂർവ്വ സ്ഥിതിയിലേക്ക് ഇരിക്കുക. സൂര്യാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൈകളിലെയും കാലുകളിലെയും പേശികൾക്കും ഞരമ്പുകൾക്കും ദഹനേന്ദ്രിയത്തിലെ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കിട്ടുന്നത് കൊണ്ട് ശരീരം അമിതമായി വണ്ണം വയ്ക്കാതിരിക്കാൻ സഹായിക്കുന്നു. ഉടവയർ വരാതിരിക്കാൻ ഏറ്റവും നല്ല ആസനമാണ് സൂര്യാസനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവരങ്ങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.